2 ഭാഗങ്ങളായിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റും, സെക്കൻഡും കേട്ടാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റേതായ ഒരു ശരി ഏത്, തെറ്റ് ഏതെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുക. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് സെക്കൻഡ് പാർട്ട് കാണാനായിട്ടാണ് ശ്രമിക്കുക. സെക്കൻഡ് പാർട്ട് കണ്ടിട്ട് ഫസ്റ്റ് പാർട്ട് കണ്ടാൽ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാകാതിരിക്കുകയും ചെയ്യും. ബുധൻ ഗ്രഹം നല്ല രീതിക്ക് ഇരിക്കുമ്പോൾ നമുക്ക് കൂട്ടുകെട്ടുകളുമായി പോകുന്ന വേളയിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകാറില്ല. എന്നാൽ ബുധൻ മോശകരമായിരിക്കുന്ന രീതിയിൽ നമുക്ക് മുന്നിലേക്ക് വരുന്ന സുഹൃത്തുക്കളോട് ഒക്കെ നമ്മുടേതായ ഉള്ള് തുറന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതായത് കുടുംബത്തിലുള്ള കാര്യങ്ങൾ ഒരു ദിവസം മാത്രം പരിചയമുള്ള വ്യക്തിയായിരിക്കും. അവരോട് കുടുംബത്തിലുള്ള കാര്യങ്ങൾ വരെ തുറന്നു പറയുന്ന ഒരു സാഹചര്യങ്ങൾ അവിടെ വരും. അങ്ങനെ വരുന്ന വേളയിൽ ആ പറയുന്ന വാക്കുകൾ നമുക്ക് തന്നെ ടോക്സിക് ആയിട്ട് മാറും. കാരണം കൃത്യമായും കേട്ടുകൊണ്ടിരിക്കുന്നവൻ ആ ഒരു അവസരത്തെ കറക്റ്റായ ടൈമിൽ മുതലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. നമ്മുടേതായ അതായത് നെഗറ്റിവിറ്റി മുഴുവൻ അവൻ എടുത്ത് ആ നെഗറ്റിവിറ്റിയെ നമുക്ക് തന്നെ പ്രശ്നങ്ങളാക്കി നമ്മളെ പ്രശ്നത്തിൽ കൊണ്ടു നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. നമുക്ക് ഇട്ടിട്ട് ഓടാനും പറ്റില്ല. നമുക്ക് രക്ഷപ്പെടുകയും വേണം എന്ന രീതിക്ക് അതായത് നിസ്സഹായമായ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ട് ചെന്നെത്തിക്കും. നമ്മൾ കൊടുക്കുന്ന വാക്കുകൾ നമുക്ക് തന്നെ വിനയായി മാറുന്നു എന്നുള്ളതാണ് വാസ്തവം. അത് ബുധൻ മോശം അവസ്ഥയിൽ ആകുമ്പോൾ രാഹു നെഗറ്റീവായ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ 100% നിങ്ങൾക്കത് സംഭവിക്കും. പിന്നീട് അവിടെ നിന്നും കരകയറുവാനായിട്ട് ഒത്തിരി ആയാസപ്പെടേണ്ടതായിട്ട് വരും. ഒരു ദിവസത്തെ ഒരു മണിക്കൂർ നമുക്ക് ചെയ്യുന്നത് ചിലപ്പോൾ 10 വർഷത്തെ പ്രശ്നങ്ങളായിരിക്കും കൊണ്ടുതരിക. ഇത്തരം സാഹചര്യങ്ങളെ മുൻകൂട്ടി കണ്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മോശം അവസ്ഥ വരുന്ന വേളയിൽ ഇതുപോലെ എന്തെങ്കിലും കാര്യം തുറന്ന് പറയേണ്ടി വരികയാണ്. ദയവ് ചെയ്ത് നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച്, മറ്റുള്ളവരെക്കുറിച്ച് ആരെക്കുറിച്ചും ഒന്നും പറയാതിരിക്കുന്നതായിരിക്കും ഉചിതം. നിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടേത് മാത്രമാണ്. മറ്റൊരാളെ അതിനിടയിലേക്ക് നിങ്ങൾ സഹായത്തിനായിട്ട് പറഞ്ഞ് അല്ലെങ്കിൽ നിങ്ങളുടെ സങ്കടങ്ങൾ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തി അതിൽ നിന്നും ഒരു മോചനം അവരിലൂടെ ലഭിക്കുമെന്ന് വച്ചാൽ പല കുടുംബങ്ങളും തകരാറായി പോകുമെന്നുള്ളത് 100% ഉറപ്പുള്ള ഒരു കാര്യമാണ്. അനുഭവത്തിലുള്ളവർ കമൻറ്റ് ബോക്സിലേക്ക് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ പറഞ്ഞ വാക്കുകൾ അതായത് വിശ്വാസം നിങ്ങളിലുള്ള വിശ്വാസത്തെ എടുത്തുകൊണ്ട് നിങ്ങളിൽ നിന്നും ഓരോ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് സ്ത്രീകൾ, പുരുഷന്മാർ 2 പേരും ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയേണ്ട സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ കൃത്യമായിട്ടും അത് നിങ്ങൾക്ക് വിനയായിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഇതിവിടെ കൂട്ടുകാർക്കിടയിൽ മാത്രമല്ല സ്വന്തം ബന്ധം എല്ലാ ഇടങ്ങളിലും തൊഴിലിടങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ഇടങ്ങളിലും നിങ്ങൾക്ക് മാത്രമേ ഈ ടോക്സിക് ആയിട്ടുള്ള ഈ ഒരു റിലേഷൻ തന്നിട്ടുള്ളൂ. വിശ്വസിച്ച ഇടം നിങ്ങൾക്ക് തന്നെ വിനയായി അതായത് ഒരു കണ്ണാടി എന്ന് ചിന്തിച്ചത് ഇടത്ത് പൊട്ടിയ കണ്ണാടിയാക്കി മാറ്റിത്തരും അവർ. മിഥുനം രാശിക്കാർക്ക് വളരെയധികം കഴിവുണ്ട്. ഈ കഴിവുകളെ കൈക്കലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് മറ്റുള്ളവർ നിങ്ങളോട് നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് അവിടെ ഉണ്ട്, അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് ശരിയാക്കി തരാം, ഞാനൊപ്പം ഉണ്ടാവും, വാ പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സഹായ ഹസ്തങ്ങളൊക്കെ നീട്ടി നമ്മളെ പറ്റിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കാരണം പല കാര്യങ്ങളെയും കടന്ന് ചിന്തിച്ച് അതിലൂടെയുള്ള ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാർഗമൊക്കെ നിങ്ങൾക്ക് നേരത്തെ തന്നെ ദൈവം തന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏതൊരു പ്രശ്നത്തിൽ നിന്ന് കരകയറാനുള്ള ബുദ്ധി. പക്ഷേ ഒപ്പം കൂടുന്നവർ ഇതൊന്നും അറിയാത്ത ഭാവത്തിൽ നമ്മളോട് കടന്ന് നമ്മളുടേതായ പ്രശ്നങ്ങളെന്ന് പറഞ്ഞ് സംസാരിച്ച് നമ്മളിൽ നിന്നുമുള്ള കാര്യങ്ങളെ എടുത്ത് അവർ പ്രയോഗിച്ച് പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിച്ച് തരുമെന്നുള്ളത് 101% ഉറപ്പുള്ള കാര്യമാണ്. ഈ പറയുന്ന കാര്യത്തിൽ ഈ രാശിക്കാർ പെട്ടെന്ന് വിശ്വസിച്ചു പോകും. കാരണം സുഹൃത്തല്ലേ പറയുന്നത്. അപ്പോൾ നമുക്കെങ്ങനെയാണ് അതിനെ വിശ്വസിക്കാതിരിക്കാൻ കഴിയുക? വർഷങ്ങളായിട്ട് പഴക്കമുള്ള ആളായിരിക്കും പറയുക. കൃത്യമായിട്ടും നമ്മളതിൽ വിശ്വസിച്ച് വീണു പോകുമെന്നുള്ളത് 100% ഉറപ്പാണ്. ജാഗ്രത പാലിക്കുന്നത് ഇനിയെങ്കിലും നന്നായിരിക്കും. ഇത് എങ്ങനെ ബാധിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഇവർ പെട്ടെന്ന് ഇളകിയ മനസ്സിന് ഉടമകളാണ്. അതായത് ഒരു പ്രശ്നം വന്നു കുടുംബത്തിലെ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്തെങ്കിലും വിഷയം വന്നു എന്ന് കരുതിയാൽ പോലും വീണ്ടും ഒരിക്കൽ അതൊക്കെ പോട്ടെ, സോറി, ക്ഷമിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു വന്നാൽ വീണ്ടും തന്നെ കൈ കൊടുക്കുന്ന ഒരു സാഹചര്യം. പോട്ടെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് വീണ്ടും പഴയതുപോലുള്ള ഒരു ഇടപെടൽ അവിടെ നടത്താനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ഒരു കാര്യം ഇവരിലേക്ക് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കും. കുടുംബത്തിനുള്ളിലാണെങ്കിലും ഇങ്ങനെ തന്നെയാണ്. കുറേ കാലം ബന്ധമൊക്കെ വിട്ടുപിരിഞ്ഞ് പോയിട്ട് ഇരിക്കുന്ന വ്യക്തികളായിരിക്കും. വീണ്ടും അടുത്തുകൂടിയൊക്കെ വരുമ്പോഴും ആ ഒരു സമയത്തും എല്ലാം മറന്നുകൊണ്ട് വീണ്ടും പഴയതുപോലെ ഇരിക്കാനുള്ള ഒരു ശ്രമം നടത്തും. പക്ഷേ
വീണ്ടും ഇത് തന്നെയായിരിക്കും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ഒന്നും ഇല്ലാത്ത, നിൽക്കക്കള്ളി ഇല്ലാതെ വരുന്ന സാഹചര്യങ്ങളാണ്. അതായത് സർവ്വതും നശിച്ചു പോയി നിൽക്കുന്ന ഒരു സാഹചര്യം. എല്ലാ ബന്ധങ്ങളും സുഹൃത്തുക്കളാണെങ്കിലും കുടുംബത്തിലുള്ളവരാണെങ്കിലും നമ്മളെ പലപ്പോഴായിട്ട് പല രീതിയിൽ സ്നേഹം നടിച്ചു വന്ന് പറ്റിച്ച് നമ്മളിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ എടുത്തു കൊണ്ടുപോയി ഒരുപാട് ദുഃഖത്തിലേക്ക്, ആഴത്തിലേക്ക് ഇറക്കിയതിന് ശേഷമായിരിക്കും ഇവർ ചിന്തിച്ചു തുടങ്ങുക. പിന്നിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കും. അതായത് ഇന്നലകളിലേക്ക് ഒരു ബാക്ക്വേർഡായിട്ട് റീവൈൻഡ് ചെയ്ത് നോക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എവിടെയൊക്കെയാണ് പിഴച്ചത്? എന്തൊക്കെയാണ് സംഭവിച്ചത്? എന്തുകൊണ്ട് സംഭവിച്ചു? പൊതുവിൽ നോക്കുന്ന വേളയിൽ നിങ്ങളായിട്ട് തന്നെയാണ് പ്രശ്നങ്ങളുടേതായ കാരകത്വമെന്ന് നിങ്ങൾ തിരിച്ചറിയുകയും ചെയ്യും. കാരണം എല്ലാവരെയും വിശ്വസിച്ചു പോയി, അതിനാൽ പെട്ടുപോയി എന്ന ചിന്തകൾ. പക്ഷേ ആ ഒരു ബ്രേക്ക് പോയിന്റ് എന്ന് പറയുന്നിടത്ത് കൃത്യമായിട്ടും നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞാൽ 100% പിന്നീടുള്ള കാലം നിങ്ങൾക്ക് വിജയം പ്രാപ്തമാക്കുകയും ചെയ്യും. എവിടെ ആരെ അകറ്റി നിർത്തണം, എവിടെ ആരെ അടുപ്പിക്കണം, എന്ത് ആരോട് പറയണം, എന്ത് ആരോട് പറയരുത് എന്നൊക്കെ വ്യക്തമായിട്ടും നിങ്ങളത് മനസ്സിലാക്കിയിരിക്കും. രാഹുവാണ് ഇത്തരം മോശമായ അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് പല വിധത്തിലുള്ള ചിന്താഗതികളിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നല്ല ഒരു പൊസിഷനിലേക്ക് കേതു നമ്മളെ പ്രാപ്തമാക്കുന്ന ഒരു സാഹചര്യമാണ്. ആ ചിന്തകളിൽ നിന്നും നമുക്ക് കരകയറാനായിട്ട് ഒത്തിരി കാലം എടുക്കേണ്ടതായിട്ടും വരും. ഇതിന് പ്രധാനമായിട്ടും തിരുവാതിര നക്ഷത്രം ഈ രാശിക്കുള്ളിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെ രാഹുവിൻ്റെ നക്ഷത്രമാണ്. ഈ രാഹു ഏറ്റവും കൂടുതൽ ബാധിപ്പ് കൊടുക്കുന്നതും തിരുവാതിരക്കാർക്ക് കൊടുക്കും. ഒപ്പം പുണർന്നത്തിനും കൊടുക്കും. സമ്പത്തുപരമായ രീതിയിൽ, അതുപോലെ സുഹൃത്തുക്കൾ വഴി സമ്പത്തുപരമായ രീതിയിൽ പ്രശ്നങ്ങൾ കൊണ്ട് ചാടിച്ച് മകയിര നക്ഷത്രത്തിനും കൊടുക്കുമെന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഈ രാഹുവിൻ്റേതായ നക്ഷത്രം അവിടെ ഇരിക്കുന്നതുകൊണ്ട് ഈ മറ്റു രണ്ട് മകയിരം, പുണർദം എന്നീ നക്ഷത്രങ്ങളെയും ഇത് ശരിയായ രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം. കാര്യം ബുദ്ധിയുടേതായ അറിവിൻ്റേതായ ഗ്രഹമായ പുണർദമാണ് അവിടെ ഇരിക്കുന്നത്. ആധിപത്യത്തിൻ്റേതായ, വേഗത്തിൻ്റേതായ കഴിവുള്ള നക്ഷത്രം ചൊവ്വയുടെ നക്ഷത്രം മകയിരം അവിടെ ഇരിപ്പുണ്ട്. ഇതിനിടയ്ക്ക് രാഹു കൃത്യമായിട്ടും രണ്ട് സൈഡിലും വർക്കൗട്ട് ചെയ്ത് രണ്ട് നക്ഷത്രങ്ങൾക്കും കൂടി പ്രശ്നത്തെ ഉണ്ടാക്കി കൊടുക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ചിന്തകളെ വ്യതിചലിപ്പിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം എപ്പോഴുമുണ്ട്. എവിടെ തിരിച്ചറിഞ്ഞ് ബ്രേക്ക് പോയിന്റ് മിക്കവാറും ഒരു 50 വയസ്സൊക്കെ താണ്ടിപ്പോവും നമ്മളൊക്കെ കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് വരുവാനായിട്ട്. ആ സമയത്ത് ബിഗ് സീറോ ആയിട്ട് തന്നെയായിരിക്കും അവിടെ ഇരിക്കുക. പിന്നീട് തിരിച്ചറിവുകളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നിലേക്ക് വരാനുള്ള പ്രയത്നം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾക്കും അപ്പുറമായിരിക്കും. 50 വയസ്സ് മുതൽ പിന്നീട് ഒന്നിൽ നിന്നും സ്റ്റാർട്ടപ്പ് ചെയ്യേണ്ട സാഹചര്യം എവിടെ വരെ എത്തും എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. എത്രത്തോളം ഓടുവാൻ കഴിയും? മനസ്സ് പ്രാപ്തമായി ഓടുന്ന വേളയിൽ ശരീരം തളർന്നു പോകുന്ന സാഹചര്യങ്ങളായിരിക്കും അവിടെ തരിക. നിനക്ക് ഓടാൻ പറ്റുന്ന സമയങ്ങളിൽ നീ ഓടിയില്ല. നിന്റെ പ്രവൃത്തികളൊക്കെ നീ വ്യതിചലിപ്പിച്ച് മാറ്റിവിട്ടു. ഇനി നീ ഓടാൻ ശ്രമിക്കുന്നു എങ്കിൽ നിന്റെ ബുദ്ധി ഇതുവരെയുള്ള അറിവുകളൊക്കെ വച്ചിട്ട് ഗ്രഹങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് നീ ഓടാൻ കഴിയുമെങ്കിൽ ഓടും. ഓടാൻ സാധിക്കില്ല. എന്നാലും വീണു പോകാതിരിക്കാൻ പരമാവധി ശ്രമിക്കും ഇവരൊക്കെ. തിരിച്ചറിവുകളാണ് പലപ്പോഴും നമുക്ക് തരുന്നത്. പക്ഷേ വയസ്സിൻ്റേതായ ആധിക്യത്തെ കണക്കിലെടുക്കുമ്പോൾ പരമാവധി തോറ്റുപോവുകയും ചെയ്യും. അപ്പോൾ ടോക്സിക് ആയിട്ടുള്ള ജീവിതം, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ, കുടുംബങ്ങൾ ഒക്കെ നിങ്ങൾക്ക് എന്തൊക്കെ രീതിയിൽ ഗ്രഹങ്ങൾ, രണ്ടേ രണ്ട് ഗ്രഹങ്ങളെ വെച്ചിട്ടാണ് ഞാനീ പറഞ്ഞത്. മൂന്നാമത്തെ ഗ്രഹം ചന്ദ്രൻ ശനിയുമായി ചേർന്നാൽ ഉള്ള ഒരു കോമ്പിനേഷൻ കൂടിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ 4 ഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന ഒരു ആധിപത്യം, തിരുവാതിര നക്ഷത്രത്തിൻ്റെ രാഹു മൊത്തത്തിൽ രണ്ട് നക്ഷത്രങ്ങളെയും കമ്പയർ ചെയ്ത് കവർ ചെയ്ത് കബളിപ്പിക്കലിലേക്ക് കൊണ്ട് കടന്നു ചെല്ലുമ്പോൾ തിരുവാതിര പരിപൂർണമായിട്ടും ഇത്തരം പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടുമെന്നുള്ളതും വാസ്തവമാണെന്ന് ഞാൻ പറയുകയുണ്ടായി. മകയിരത്തിനെ സാമ്പത്തികമായ നിലയിൽ ഞെരുക്കുകയും പുണർദത്തിനെ കുടുംബ ബന്ധങ്ങൾക്കിടയിൽ ഇട്ട് ഞെരുക്കി പിഴിഞ്ഞ് സർവനാശമായി, അതായത് കരിമ്പിൻ ചണ്ടി പോലെ ആക്കി മാറ്റുകയും ചെയ്യും രാഹു. അപ്പോൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളിൽ ഫസ്റ്റ് ഓപ്ഷൻ തിരഞ്ഞെടുത്ത് എപ്പോഴും മുന്നിലേക്ക് പോവുക. സെക്കൻഡ് ഓപ്ഷൻ തിരഞ്ഞെടുക്കാതിരിക്കുക. അതായത് നിങ്ങൾ മനസ്സിനുള്ളിൽ ഒരു കാര്യം ചിന്തിക്കുകയാണെങ്കിൽ, ആ ഒരു പ്രവൃത്തിയിലേക്ക് ഇറങ്ങാനായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ, നല്ലത് ആണ് എന്ന് തോന്നിയാൽ, നിങ്ങളുടെ മനസ്സ് നല്ലത് എന്ന് പറഞ്ഞാൽ അതിലേക്ക് ഇറങ്ങുക. അതിൽ മറ്റൊരാളുടെ അഭിപ്രായം കേൾക്കാതിരിക്കുക. അതാണ് സെക്കൻഡ് ഓപ്ഷൻ ചൂസ് ചെയ്യരുതെന്ന് പറയുന്നത്. മറ്റൊരാളുടെ അഭിപ്രായങ്ങൾക്ക് നിങ്ങൾ വില കൽപ്പിച്ചു പോകണ്ട. നിങ്ങളുടെ സ്വന്തം അഭിപ്രായം എന്തോ ശരിയെന്ന് തോന്നുന്നെങ്കിൽ അതിൻ്റേതായ ഉത്തരവാദിത്വം മുഴുവൻ നിങ്ങൾ തന്നെ ഏറ്റാൽ മതിയാകും. മറ്റൊരാളെ കമ്പയർ ചെയ്ത് നമുക്ക് അതിനെ വാദിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ രാഹു എവിടെ സഞ്ചാരം നടത്തുന്നോ എപ്പോഴും ഫസ്റ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അമ്പലത്തിലേക്ക് പോകണം എന്ന് നാളെ രാവിലെ അമ്പലത്തിലേക്ക് പോകണമെന്ന് കിടന്നുറങ്ങുകയാണ്. കൃത്യമായിട്ടും രാവിലെ അമ്പലത്തിലേക്ക് പോകാനായിട്ട് തന്നെ ശ്രമിക്കണം. ആ സമയത്ത് മറ്റൊരു കാര്യം വന്നാൽ അതിലേക്ക് ഇടപെട്ട് പോകാതിരിക്കുന്നത് ഉചിതമായിരിക്കും. കാരണം ആ രണ്ടാമത്തെ ഓപ്ഷന് നമുക്ക് ഉപകാരമില്ലാതാവും, ഫസ്റ്റ് ഓപ്ഷൻ നടന്നതുമില്ലാത്തവരും.
അപ്പോൾ എപ്പോഴും ഫസ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും ശുഭകരമായ ഒരു ദിവസം ആശംസിക്കുന്നു.